ഹായ്, ഞാൻ സ്വാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ ഒക്കെ മനസ്സിൽ വരിക OPയിലൊക്കെ നിൽക്കുന്ന ക്യൂവും വാർഡിലൊക്കെ ഉള്ള തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ദിസ് പ്ലേസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞങ്ങൾ 4.5 ഇയേഴ്സ് പഠിക്കുന്ന, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഞങ്ങളുടെ ഓൺ സ്പേസ് ആണിത്. സോ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി എ ക്യാമ്പസ് ടൂർ ഓഫ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അതും ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ക്യാമ്പസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നമ്മുടെ എൻട്രൻസ് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ സിൽവർ ജൂബിലി ഗേറ്റ്. ഇവിടുന്ന് നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് OP ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാൻ പറ്റും. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ IMCH ബ്ലോക്ക് കാണാം. അവിടെയാണ് ഗൈനക്കോളജിയുടെയും പീഡിയാട്രിക്സിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് NMCH ബ്ലോക്ക്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും NMCHലാണുള്ളത്. പിന്നെ നേരെ പോകുമ്പോൾ റൈറ്റിലായിട്ട് PMSSY ബ്ലോക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ കാഷ്വാലിറ്റിയും ബാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സ്കൈ വോക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കോളേജിലെ ഓരോ ബിൽഡിങ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാണ്. സോ ദാറ്റ് പേഷ്യൻസിനൊക്കെ കമ്മ്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. നേരെ പോയാൽ നമ്മുടെ കോഫി ഹൗസ് ഉണ്ട്. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്. നമുക്ക് 4.5 ഇയേഴ്സ് മെയിനായിട്ട് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കോളേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ കോളേജിന് സ്പോർട്സിനും ആർട്സിനൊക്കെ ഓരോ ഈവൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള കുറേ ട്രോഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യങ്ങളാണ്, അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഡോക്ടർ സാജു മെമ്മോറിയൽ ലെക്ചർ ഹാൾ. ഇവിടെ നിന്നാണ് നമുക്ക് മെയിൻലി തിയറി ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുക. ഇവിടെ അങ്ങനെ സ്കൂളത്തെ പോലത്തെ സിസ്റ്റം ഒന്നുമല്ല. അതായത് ഒരു ബാച്ചിനൊരു ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ബാച്ചിനും ക്ലാസ്സസ് മാറി മാറി ഓരോ ലെക്ചർ ഹോളിനൊക്കെ നടത്തും. മേ ബി ഈ ക്ലാസ് നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, ബിക്കോസ് ഓം ശാന്തി ഓശാനയിൽ നസ്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആ ക്ലാസ് റൂമാണിത്. നമുക്കിവിടെ വേറെയും ലെക്ചർ ഹോൾസ് ഉണ്ട്. അനാറ്റമി ലെക്ചർ ഹോൾ, ഫിസിയോളജി ലെക്ചർ ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫിസിയോളജി ലെക്ചർ ഹാളാണ്. ഇത് ഡോക്ടർ അനൂപ് MK മെമ്മോറിയൽ ലെക്ചർ ഹോളാണ്. ഇവിടുന്ന് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവും. ഈ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയർ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രിയിൽ തുടങ്ങി അങ്ങനെ അങ്ങ് ഫൈനൽ ഇയർ മെഡിസിൻ വരെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു കോളേജിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫിസിയോളജിയുടെ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടുന്നൊക്കെ എത്ര തവണ നിങ്ങൾക്ക് കാണാം ഹെമറ്റോളജി ലാബ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഈ ലാൻസെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം വിരലിങ്ങനെ പ്രിക്ക് ചെയ്ത് എത്ര ബ്ലഡൊക്കെ എടുത്ത ലാബാണോ, അങ്ങനെ ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഒരു കോളേജിലെ ഓരോ കോറിഡോർസും. പിന്നെ ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡനാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇത് എത്ര വലിയ ഗാർഡനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അവിടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലോക്ക് ടവറൊക്കെ കാണാം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്കിങ്ങനെ ക്ലോക്ക് ടവർ കാണാം. അവിടെ ആക്ച്വൽ ശരിക്കുള്ള സമയമാണ്. കൊള്ളാം അല്ലേ? ശരിക്കും എന്ത് ഭംഗിയല്ലേ കോളേജ് കാണാൻ. ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഗാർഡനിലെ മേനോൻ സ്ക്വയർ. ഒരു ബദാം മരത്തിൻ്റെ ചോട്ടിലിരുന്ന് നമ്മൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്പേസാണിത്. പിന്നെ ഈ ഗാർഡൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകാം, നമ്മുടെ കഫേ 52. നമ്മൾ കഫേയിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇവിടെ 2 പോണ്ട് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ മീനും ആമ വരെ ഉണ്ട് അല്ലേ. കഫേ 52 എന്ന് പറയുമ്പം ആക്ച്വലി ഇത് ഇവിടുത്തെ 52nd ബാച്ച് റെനോവേറ്റ് ചെയ്തിട്ടുള്ളൊരു കഫേയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇപ്പോൾ പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വിട്ടാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനൊക്കെ നമ്മൾ മോസ്റ്റ്ലി ഇവിടെയും, പിന്നെ നമുക്കിവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട്, അവിടെയൊക്കെയാണ് പോവുക. ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി. എൻ്റെ കുറേ വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കണ്ടാണ്. ഉള്ളിൽ സെൻട്രലൈസ്ഡ് AC ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് പഠിക്കാനൊക്കെ സുഖമാണ്. കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് എടുത്ത് പഠിക്കുകയൊക്കെ ചെയ്യാം. ആക്ച്വലി കോളേജ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. നമുക്കിപ്പോൾ 19 സബ്ജക്ട്സ് ആണ് MBBSലാകെ പഠിക്കാനുള്ളത്. അപ്പോൾ ആ 19 സബ്ജക്ട്സിൻ്റെയും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പ്ലാസ്റ്റിക് സർജറി, കാർഡിയോഥൊറാസിക് സർജറി, കാർഡിയോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും അതിൻ്റെ ഒരു പേഷ്യൻസ് റിലേറ്റഡ് ഓരോ ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ ഏക്കർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ഒരു കോളേജാണ് ആക്ച്വലി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് ബിറ്റ്സ് മാത്രമാണ് സ്പെഷ്യലി ആസ് എ സ്റ്റുഡൻറ്റ് ഞങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന സ്പേസസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
ഫ്ലോറിൻ്റെ ബിൽഡിംഗ്. അപ്പുറത്ത് നമുക്ക് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ കോളേജിൽ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ ഇങ്ങനെ എല്ലാ സ്പോർട്സിനും കളിക്കാനൊക്കെ ആയിട്ട് ഒരു കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കിൽ ഇപ്പം CSL കോളേജിലെ ഒരു ഫുട്ബോൾ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പലപ്പോഴും ആസ് എ പേഷ്യൻറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കില്ല ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കോളേജ്. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ്സ് ഓൾ. ബൈ.